ജനം ടി വി ഓണവണ്ടി പ്രയാണം തുടരുകയാണ്. ഇന്ന് ആലപ്പുഴയിലാണ് ഓണവണ്ടിയുടെ ആഘോഷ പരിപാടികൾ. ആലപ്പുഴ തൊണ്ടൻകുളങ്ങര ക്ഷേത്ര മൈതാനത്തിൽ നിന്ന് മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, ജനം ടി വി ഓണവണ്ടി ഇപ്പോൾ പ്രയാണം തുടരുകയാണ്, ആലപ്പുഴയിലാണ് എന്ന് സ്വീകരണം. എത്രത്തോളം സ്വീകാര്യതയാണ് ഈ നമ്മുടെ ജനം ടി വിയുടെ ഓണവണ്ടിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? സുരേഷ, ഇന്ന് ആലപ്പുഴയിൽ അതിമനോഹരമായിട്ടുള്ളൊരു മാമാങ്കം അരങ്ങേറുകയാണ്. അതായത് 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി അവിടെ അരങ്ങേറാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഹീറ്റ്സ് മത്സരങ്ങളൊക്കെ 11 മണിയോട് കൂടി ആരംഭിക്കാനിരിക്കുകയാണ്. പക്ഷേ അതിനേക്കാൾ ആവേശം, അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ആവേശം നിറഞ്ഞിരിക്കുകയാണ് ആലപ്പുഴയിൽ എത്തി നിൽക്കുന്ന ജനം ടി വിയുടെ ഓണവണ്ടി. അല്ലേ, വലിയ ആവേശത്തിലല്ലേ എല്ലാവരും? ആലപ്പുഴയിൽ ഇങ്ങനെ ഓണത്തിൽ ഇങ്ങനെ ഓണത്തിൻ്റെ ആവേശം ഇങ്ങനെ ഉയർന്നിരിക്കെ ഇവിടെ തൊണ്ടൻകുളങ്ങര മഹാദേവ ക്ഷേത്രത്തിലും ഈ ഓണാരവം ഇങ്ങനെ ആയിരിക്കും. നമുക്കൊരു ആർപ്പോ വിളിച്ചാലോ? ആർപ്പോയ്! നമ്മുടെ പ്രോഗ്രാമിൻ്റെ അവതാരകനായിട്ടുള്ള പ്രദീപ് ഏട്ടൻ ഉണ്ട്. പ്രദീപ് ഏട്ടാ, ഇങ്ങനെ കുറേ ജില്ലകൾ വന്ന് ഇപ്പോൾ ആലപ്പുഴയിൽ എത്തി നിൽക്കുന്നു. ആലപ്പുഴയുടെ ആവേശം, നെഹ്റു ട്രോഫിയുടെ ഒരു ആവേശം ഒരു സൈഡിൽ കേരളം മുഴുവൻ, ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ആവേശത്തിൻ്റെ ഇടയിൽ നിന്നും ഞങ്ങൾക്കൊപ്പം ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, അത് കണ്ട ആവേശത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ സുന്ദരിക്ക് പൊട്ടുതൊട്ടല്ല കളി കഴിഞ്ഞു, ഇനിയിപ്പോൾ വടംവലിയിലേക്ക് നീങ്ങുകയാണ് തോന്നുന്നു. പോവുകയാണ്. അതിനു മുമ്പ് ഇവിടെ അമ്മമാർ ഇവിടെ വന്ന് പാട്ടുകൾ, ഓണപ്പാട്ടുകൾ നമുക്ക് വേണ്ടി സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അമ്മ ഏറ്റവും മനോഹരമായിട്ടൊരു പാട്ട് പാടാം. നമുക്ക് ഒന്നുകൂടി ഒരു 2 വരി ഒന്ന് പാടാമോ അമ്മ? ഓടക്കുഴലുമായി വന്നവനിന്നലെ ഓമന പാട്ടുകൾ പാടാം. പാടത്തിന്മേലെ തണലിലിരുന്നവൻ പാടാത്ത പാട്ടുകളില്ല, പാടാത്ത പാട്ടുകളില്ല. ഓ പാടത്തിന്മേലെ തണലിലിരുന്നവൻ പാടാത്ത പാട്ടുകളില്ല. ഓടക്കുഴലുമായി വന്നവനിന്നലെ ഓമന പാട്ടുകൾ പാടാം. പാടത്തിന്മേലെ തണലിലിരുന്നവൻ പാടാത്ത പാട്ടുകളില്ല. മനോഹരമായിട്ട് പാടുന്നില്ലേ? ഇവിടെ ഇങ്ങനെയൊക്കെ ഭയങ്കര തകർത്തോണ്ടിരിക്കുകയാണ് എല്ലാവരും ചേർന്ന്. തീർച്ചയായിട്ടും. അമ്മയുടെ പേരൊന്ന് പറയൂ. തങ്കമ്മ. തങ്കമ്മ ചേച്ചിയാണ്. അപ്പോൾ എന്തായാലും അതെ, തങ്കമ്മ. ഏറ്റവും വലിയ ആഗ്രഹം എന്നോട് പറഞ്ഞോട്ടെ, അമ്മയ്ക്ക് പണ്ട് തൊട്ടേ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു കലാകാരിയായിട്ട് അറിയപ്പെടണമെന്ന്. പക്ഷെ അത് ഇന്ന് സംഭവിച്ചിരിക്കുകയാണ്. നമ്മുടെ ന്യൂസിൽ കൂടെ അമ്മയുടെ കാഴ്ചയും പാട്ടും എത്തിയപ്പോഴേക്കും അമ്മയ്ക്ക് സന്തോഷമായില്ലേ? ഇനി നമ്മുടെ BJPയുടെ പ്രതിനിധി അവിടെ ശരിയാണ്, വിനോദ് കുമാർജി. എങ്ങനെയുണ്ട് ഇവിടെ ഈ ഓണാവേശം? നെഹ്റു ട്രോഫി അവിടെ അരങ്ങേറുന്നു, ഇവിടെ ഓണവണ്ടി അരങ്ങേറുന്നു. തീർച്ചയായിട്ടും വളരെ ഗംഭീരമാണ്. കാരണം ഇപ്പോൾ ഇതിന് വന്നിരിക്കുന്നത്, ഇപ്പോൾ നേരത്തെ അവതാരകൻ പറഞ്ഞ പോലെ ആലപ്പുഴയുടെ ദേശീയോത്സവം എന്ന് തന്നെ പറയാവുന്നതാണ് നെഹ്റു ട്രോഫി. ആ നെഹ്റു ട്രോഫിയെ പോലും അവഗണിച്ചുകൊണ്ടാണ് ജനത്തിൻ്റെ പരിപാടിയിലോട്ട് ആളുകൾ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഈ പരിപാടിയുടെ മഹത്വം തന്നെയാണ് വിളിച്ചത്. ഓണമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിപാടികൾ ഇത് കൂടുതൽ ഭംഗിയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും. കളികളെല്ലാം കഴിഞ്ഞ് കുറെ സമ്മാനങ്ങളൊക്കെ കിട്ടിയവരൊക്കെ ഉണ്ട്. എവിടെ സമ്മാനം കിട്ടിയ പയ്യന്മാരെവിടെ? എങ്ങ് വാടാ, വാ വാ. ദേ മോനെ, ഏത് മത്സരത്തിലാണ് സമ്മാനം കിട്ടിയേ? സുന്ദരിക്ക് പൊട്ടുകെട്ടല്ലേ? ആരോമൽ സുന്ദരിക്ക് പൊട്ടുകെട്ടുന്നത് ആ മത്സരത്തിൽ സമ്മാനം നേടിയ കൃത്യമായി ഒട്ടിയിട്ട്. അതായത് അപ്പോൾ നമ്മുടെ ഓണവണ്ടി ആലപ്പുഴയിൽ ഇങ്ങനെ പര്യടനം തുറന്നുകൊണ്ടിരിക്കുകയാണ്, പ്രയാണം തുറന്നുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത ജില്ലകളിലേക്കൊക്കെ ഇനി പോകാനിരിക്കുന്നു. എല്ലാവിധ രീതിയിലുള്ള സജ്ജീകരണങ്ങളും അതുപോലെ തന്നെ ആവേശവും കളികളും വടംവലിയും എല്ലാം അത്തരത്തിൽ, അതുപോലെ തന്നെ ഇനി ചോദ്യോത്തരങ്ങളൊക്കെ ഇനി വരാൻ പോവുകയാണ് ഓണവുമായി ബന്ധപ്പെട്ട്. അങ്ങനെ എല്ലാവിധത്തിലും ആഘോഷമാക്കുകയാണ് ഓണവണ്ടി. ആലപ്പുഴയിൽ എത്തി നിൽക്കുന്നു. നെഹ്റു ട്രോഫി വള്ളക്കളിയുടെ അതേ ആവേശം തന്നെയാണ് ഇപ്പോൾ ആലപ്പുഴയുടെ മണ്ണിലെത്തിയിരിക്കുന്ന, ഈ കിഴക്കിൻ്റെ വെന്നീസിലേക്ക് എത്തിയിരിക്കുന്ന ഓണവണ്ടി നമുക്ക് പറയാൻ കഴിയുന്നത്. കുഞ്ഞു കൂട്ടുകാരൊക്കെ ഉണ്ട്. മക്കളെ, എങ്ങനെയുണ്ടടാ ഈ പരിപാടി? ആണോ? എന്താ ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ? കളികളൊക്കെ ഇഷ്ടപ്പെട്ടോ? ഏതൊക്കെ കളിയിൽ പങ്കെടുത്തവര്? നീ പങ്കെടുത്തില്ലേ? ഇനി ഏതൊക്കെ കളി വേണം? ഒക്കെ പൊളിക്കാം.
അപ്പോൾ കണ്ടില്ലേ, കുട്ടികൾ, അമ്മമാർ, പ്രായമായവർ, മധ്യവയസ്കർ, അങ്ങനെ എല്ലാവരും ഓണവണ്ടിയുടെ ആവേശം ഇങ്ങനെ സ്ഥിരകളിൽ ഇങ്ങനെ പടർത്തിയിരിക്കുകയാണ്. ഓണം അങ്ങ് അടിച്ചു പൊളിക്കാൻ തന്നെയാണ് തീരുമാനം. ആ ഓണത്തിന് മലയാളികളുടെ ഓണാഘോഷങ്ങൾക്ക് പുതിയ ഭാവം നൽകിയിരിക്കുകയാണ് ഓണവണ്ടി. ഇപ്പോൾ ആലപ്പുഴയിലെത്തി നിൽക്കുന്നു. യെസ്, വലിയ സ്വീകാര്യതയാണ് നമ്മുടെ ഓണവണ്ടിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ വലിയ സ്വീകാര്യത. തൊണ്ടൻകുളങ്ങര ക്ഷേത്ര മൈതാനത്തിന് മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്.